ഫ്രണ്ട്സ്, വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. നമ്മുടെ ചെറിയ ബാച്ചിൻ്റെ ഡാൻസ് ക്ലാസ് എന്നാണ് ഉള്ളത്. വീട്ടിലെ 2 മക്കളും ഇന്നിവിടെ ഉണ്ട്. അവർക്ക് ക്ലാസ്സില്ല. ചെറിയ ആൾ കളിക്കാൻ ഇറങ്ങി, മൂത്താൾ ഇവിടെ ഉണ്ട്. മൂത്താളെ വിളിക്കുന്നത് ഡാനി എന്നാണ്, രണ്ടാമത്തെ ആളെ വിളിക്കുന്നത് ഡാലു എന്നാണ്. ഒരു 10-10:30 ആകുമ്പോഴത്തേനും കുട്ടികളൊക്കെ എത്തും. ഇന്നിപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഇപ്പോൾ സാമ്പാറുണ്ട്, പയറുപ്പേരി, ഇതൊരു പപ്പടമാണ്. ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് നമ്മളെ പൂച്ചേനെ പേടിച്ചിട്ട് വെച്ചതാണ്. കാരണം പൂച്ചയ്ക്ക് ചെറിയൊരു വൈരാഗ്യമുണ്ട് ഞങ്ങളോട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ മീൻകാരൻ നല്ല കരിമീനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനത് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ് ക്ലാസ് കഴിയണവരെ. പൂച്ചേനെ പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കണം. കാരണം ഇവിടെ നെറ്റ് കെട്ടി, ഇവിടെയൊക്കെ നെറ്റ് വെച്ചു, ഇവിടെയൊക്കെ നെറ്റ് കെട്ടി. ഏട്ടനൊരു ദിവസം മെനക്കെട്ട് ചെയ്ത പണിയാണ്. പക്ഷേ എന്തോ ഒരു ശത്രുത ഉണ്ട് ഞങ്ങളോട് പൂച്ചയ്ക്ക്. ഞങ്ങളെ വെറുതെ വിടണില്ല. കാരണം ഇന്നലെ ഇപ്പോൾ ഈ വലാൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആൾ കയറി വന്ന് അകത്ത് വന്ന് ഇവിടെ ചെറുതായിട്ട് പണിയാക്കി പോയി. ഒരു 1.5 പണിയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ചെയ്ത പണിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് പൂച്ചേനെ പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പൂച്ച തൊടുമ്പോൾ ഒന്നുകിൽ കുക്കർ ചാടും, പാത്രം ചാടും, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ ആ ഐഡിയ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികൾ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 10:30 ആവണു. ഇപ്പം തന്നെ എല്ലാവരും എത്തും. ഇന്നിപ്പോൾ ചെറിയ ബാച്ചിൻ്റെ ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കോമഡിയാണ് ഇവരുടെ ക്ലാസ്. ഒരു UKG മുതൽ 4th സ്റ്റാൻഡേർഡ് വലിയ കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ ഇവർ ഈ അരമണ്ടലിൽ ഇരിക്കാൻ മടി കാണിക്കും. നമ്മുടെ അടുത്ത് വന്നിട്ട് പിന്നെ കഥ പറയാനൊക്കെ തുടങ്ങും. അരമണ്ടലിൽ ഇരിക്കാൻ പറഞ്ഞാൽ തന്നെ ഒരു കുറുമ്പൊക്കെ കാട്ടും നമ്മളോട്. അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റിൽ നിൽക്കലാണ് ഞാൻ. പിന്നെ നമുക്കെന്ന ഒരു യാത്ര പോകാനുണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അവരൊന്ന് കാണാൻ പോകണം. ഏട്ടൻ ഇന്നലെ പോയി വന്നിരിക്കണം. സുഖമില്ലാത്ത ആളായിരുന്നു, അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ചില കുടുംബ ബന്ധങ്ങളെ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്ന ചില ബന്ധങ്ങളുണ്ടാവും. അങ്ങനൊരു ബന്ധമാണ് ഇത്. പിന്നെ അപ്പോൾ മോൻ്റെ ഒപ്പം പോകാനാണ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പേഷ്യൻറ്റിനൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ പോണ പോക്കിലാണ്. ഡാനിക്കിപ്പോൾ ഞാനൊന്ന് ഡ്രൈവിങ് പഠിച്ച് കാണണം, അതാണിപ്പോൾ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഒരു ശ്രമം ഞാൻ മുന്നേ നടത്തിയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ നമ്മുടെ റോഡിലൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റുകളൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര പേടിയാണിപ്പോൾ. അതിനോടുള്ള ഇൻട്രസ്റ്റേ പോയിരിക്കുക. നമ്മുടെ കിച്ചണിൻ്റെ ഇല്ല കുറച്ച് ഇൻഡോർ പ്ലാന്റ് വാങ്ങിച്ചത് ഞാനൊരു ഇവിടെ മഞ്ചേരിയിലൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇല്ല 1-2 ചെടികളും കൂടി ഇനി നമുക്ക് വാങ്ങിക്കാം. അതിനാണ് ഞങ്ങളിപ്പോൾ മഞ്ചേരിക്ക് പോന്നിരിക്കുന്നത്. മഞ്ചേരി എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ അവിടുത്തെ വീഡിയോസ് ഇന്ന് നിങ്ങളെ കാണിക്കാം. ഈ 2 ചെടികളാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഡാർക്ക് റോസും ഉണ്ട്, ഒരു ലൈറ്റ് റോസും ഉണ്ട്. ഈ 2 ചെടികളാണ് വാങ്ങിച്ചിരിക്കുന്നത്.
അപ്പം നമ്മൾ വിചാരിച്ച ഇൻഡോർ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞു പോയി. നമ്മൾ വേറെ 2 ചെടികൾ വാങ്ങിച്ചു. ഇനി ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.